ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം ജൂലൈ 27. താക്കോൽ. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിക്കുവിൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 29-ാം വാക്യം. തോമസ് കീറ്റിംഗ് തൻ്റെ വിശിഷ്ട കൃതിയായ ദ ഹ്യൂമൻ കണ്ടീഷനിൽ ഒരു ശ്രദ്ധേയമായ കഥ പറയുന്നുണ്ട്. ഒരു അധ്യാപകന് തൻ്റെ വീടിൻ്റെ താക്കോൽ നഷ്ടപ്പെട്ടു. ചുറ്റുപാടുമുള്ള പുല്ലിനിടയിൽ അദ്ദേഹം കൈയും കാലും ഒക്കെ ഉപയോഗിച്ച് താക്കോൽ പരതുകയായിരുന്നു. ഇത് കണ്ട അദ്ദേഹത്തിൻ്റെ ചില ശിഷ്യന്മാരും തിരയാൻ കൂടി, പക്ഷേ കണ്ടുകിട്ടിയില്ല. അവസാനം കൂട്ടത്തിൽ ബുദ്ധിമാനായ ഒരു കുട്ടി ചോദിച്ചു, സാറേ, എവിടെയാണ് താക്കോൽ നഷ്ടപ്പെട്ടിരിക്കുവാൻ സാധ്യത? അധ്യാപകൻ മറുപടി പറഞ്ഞു, അതിന് സംശയമില്ല, വീടിനകത്താണ് താക്കോൽ വീണുപോയത്. എങ്കിൽ പിന്നെ പുറത്ത് പുല്ലിൽ തിരയുന്നത് എന്തിനാണ്? അതിശയത്തോടെ കുട്ടികൾ ചോദിച്ചു. അദ്ദേഹത്തിന്റെ മറുപടി ഇതായിരുന്നു, അതിനെന്താ ഇത്ര സംശയം? പുറത്തല്ലേ തിരയാൻ കൂടുതൽ വെളിച്ചമുള്ളത്. നാം ദൈവവുമായുള്ള അടുപ്പത്തിന്റെ, ദൈവത്തിന്റെ സ്നേഹ സാന്നിധ്യത്തിന്റെ അനുഭവത്തിന്റെ താക്കോൽ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. ആ താക്കോൽ കൂടാതെ ഒന്നും ചെയ്യാനാകയില്ല. അതുണ്ടെങ്കിൽ എല്ലാം ചെയ്യാനുമാകും, കീറ്റിംഗ് ഉപസംഹരിച്ചു. ജീവിതത്തിന്റെ സകല ഉയർച്ച താഴ്ചകൾക്കുമിടയിൽ നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും ആഴമായ ആവശ്യം ദൈവമെന്ന താക്കോലാണെന്ന് മറന്നുപോകുവാനിടയുണ്ട്. ഈ താക്കോൽ തെറ്റായ ഇടങ്ങളിൽ നാം തിരയുന്നത് നിർത്തുന്ന പക്ഷം ദൈവത്തെ കണ്ടെത്താൻ കഴിയും. യഥാർത്ഥ സമാധാനത്തെയും മത്തായി 11 ദൈവത്തിന്റെ വഴികളെ ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതുകൊണ്ട് യേശു പിതാവിനെ മഹത്വപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ തന്നെ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായ എല്ലാവരെയും യേശു തൻ്റെ ആശ്വാസം പ്രാപിക്കുവാൻ ക്ഷണിക്കുകയും ചെയ്യുന്നു. സൗമ്യതയും താഴ്മയും ഉള്ളവനായ നമ്മുടെ ഗുരുവിൻ്റെ വഴികൾ ശിശുക്കളെപ്പോലെ തിരയുന്നത് വഴി നമുക്ക് യഥാർത്ഥ ആശ്വാസം കണ്ടെത്താനാകും. നമ്മെ തൻ്റെ വീട്ടിലേക്ക് സ്വീകരിക്കുവാൻ ആകാംക്ഷയുള്ള ഒരു ദൈവം നമുക്കുണ്ട്. ചിന്തിക്കുക, തെറ്റായ ഇടങ്ങളിൽ സംതൃപ്തിയും സന്തോഷവും തേടാൻ പ്രലോഭനമുണ്ടാകാറുണ്ടോ? എന്നാൽ ദൈവത്തിൽ തന്നെ സമാധാനവും ആശ്വാസവും സംതൃപ്തിയും കണ്ടെത്താൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് എന്താണ്? ദൈവത്തിന് മഹത്വം.